പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കാണ് ലഭിക്കുക? വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ ആകാശത്തിന്റെ അധിപനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി വർഷങ്ങളായി സ്വരൂപിച്ച 300 ദിർഹം ഒരു മടിയും കൂടാതെ എടുത്തുകൊണ്ടുവന്ന് അയൽവാസിക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. അവ്വലുഹു റഹ്മ. വിശുദ്ധ റമദാനിലെ ആദ്യ ഭാഗങ്ങൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് നമ്മിലേക്ക് വർഷിക്കുന്ന ദിനരാത്രങ്ങളാണ്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10ആണ്. അള്ളാഹുവിന്റെ കാരുണ്യം വളരെയേറെ കൊതിക്കേണ്ടവരും വളരെയേറെ ചോദിക്കേണ്ടവരുമാണ് നാം എല്ലാവരും. അള്ളാഹുവിന്റെ കാരുണ്യം വാരി കോരി കൊടുക്കുന്ന 10 ദിനരാത്രങ്ങളാണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ആ 10 ദിനരാത്രങ്ങളിൽ നാം അള്ളാഹുവിനോട് നിരന്തരം അവന്റെ കാരുണ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. പടച്ച റബ്ബേ, എനിക്ക് നീ കരുണ ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന വിശുദ്ധ റമദാനിലെ ആദ്യ 10 രാത്രികളിൽ, ആദ്യ 10 ദിനങ്ങളിൽ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ധാരാളം വർദ്ധിപ്പിക്കണം. കേവലം നിസ്കാര ശേഷം 3 പ്രാവശ്യം മാത്രമല്ല, പല തവണകളായി 1000 പ്രാവശ്യം ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ധാരാളം നാം അള്ളാഹുവിനോട് അവന്റെ കാരുണ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നാം എല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ദുനിയാവിലും ആഖിറത്തിലും വളരെയേറെ ആവശ്യക്കാരാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം അത്യാവശ്യമാണ്. ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യം വളരെയേറെ ആവശ്യമുണ്ട്. അള്ളാഹുവിനോട് നാം ചോദിക്കുകയാണ് എങ്കിൽ അവന്റെ കാരുണ്യം നമുക്കവൻ ധാരാളം നൽകും. അത് എക്കാലത്തും നൽകും. അതേസമയം വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാകുമ്പോൾ അതിൽ അവൻ കാരുണ്യം വാരി കോരി വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയേറെ നാം കാരുണ്യം ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം വളരെയേറെ നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ നാമം തന്നെ അർ റഹ്മാൻ അർ റഹീം. അള്ളാഹ് എന്നുള്ള വിശുദ്ധ നാമത്തിന് ശേഷം ഏറ്റവും പ്രസിദ്ധമായ നാമം, അള്ളാഹ് എന്ന നാമത്തോട് കൂടെ അവൻ ചേർത്തു വെച്ച നാമം അർ റഹ്മാൻ അർ റഹീം എന്നീ 2 വാക്കുകളാണ്, എന്നീ 2 നാമങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിയിൽ അള്ളാഹ് എന്ന നാമത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് അർ റഹ്മാൻ, മറ്റൊന്ന് അർ റഹീം. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 സൂറത്തുകളും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. അവിടെയെല്ലാം റഹ്മാൻ റഹീം എന്നിങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് നാം അതെല്ലാം തുടങ്ങുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നാം ദിനേന 5 വഖത്ത് നിസ്കരിക്കുന്നു. 17 റക്അത്തുകൾ ഒരു ദിവസം 5 നേരങ്ങളിലായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കൽ നിർബന്ധമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയും ഉണ്ട്. ഫർളായ നിസ്കാരങ്ങൾ 17 റക്അത്തുകൾ നാം നിസ്കരിക്കുമ്പോൾ അതിൽ 17 ഫാത്തിഹ സൂറത്തുകൾ നാം ഓതുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ റഹ്മാൻ റഹീം എന്നിങ്ങനെയുള്ള നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന് പുറമെ അർ റഹ്മാനിർ റഹീം എന്ന ഒരു ആയത്തിലും പ്രതിപാദിക്കുമ്പോൾ 4 പ്രാവശ്യം അള്ളാഹുവിന്റെ കാരുണ്യത്തെ നാം പ്രതിപാദിക്കുന്നുണ്ട്, നാം പറയുന്നുണ്ട്. അത് പറയൽ നിർബന്ധമാണ്. എന്താണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം?
റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളിലേക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാവർക്കും സർവ്വവ്യാപകമായി കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം. റഹീം എന്ന വാക്കിന്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ്. പക്ഷേ റഹീം എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേകമായി ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ ഒരു വിശദീകരണം. ഏതായിരുന്നാലും ഈ രണ്ടു വാക്കുകളും അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന മഹത്തായ നാമമാകുന്നു. അള്ളാഹ് എന്ന നാമത്തിനോട് കൂടെ അവൻ തൊട്ടടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന നാമം റഹ്മാൻ റഹീമാണ്. നമുക്കറിയാം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ റഹ്മാൻ റഹീം എന്നുള്ള നാമമാണ് അള്ളാഹു എന്നുള്ള ആ നാമത്തിനോട് കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത്. ദിനേന 17 റക്അത്തുകളിലായി സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഓരോ റക്അത്തിലും റഹ്മാൻ റഹീം എന്നിങ്ങനെ കാരുണ്യത്തെ പ്രതിപാദിക്കുന്ന, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രകീർത്തിക്കുന്ന 4 തവണ റഹ്മത്തിന് അവൻ കാരുണ്യവാനാണ് എന്ന് നാം പറയുമ്പോൾ, നാം ഓരോ ദിവസവും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മഹാന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെ നമ്മെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം, മനുഷ്യരാകുന്ന നാം എല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഓരോ സമയത്തും നാം ആഗ്രഹിക്കേണ്ടവരാണ്, ആവശ്യമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും നാം റഹ്മാൻ റഹീം എന്നുള്ള നാമം ആവർത്തിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ എന്നല്ല, വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം എന്ന പദത്തെ കുറിക്കുന്ന റഹ്മത്ത് എന്ന വാക്ക് 79 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. റഹ്മത്ത് എന്ന ക്രിയാധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായ റഹ്മാൻ റഹീം, ഇർഹമു, അതുപോലെ തന്നെ ഇർഹം തുടങ്ങിയതായിട്ടുള്ള പദങ്ങൾ എല്ലാം കാരുണ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അത് 300-ലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. അതേസമയം റഹ്മത്ത് എന്ന വാക്ക് മാത്രം 79 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100ആയി ഭാഗിക്കുകയാണ് എങ്കിൽ ആ 100ൽ ഒരു അംശം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. ആ കാരുണ്യമാണ് നാം നമ്മുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, മറ്റു ജീവജാലങ്ങൾ അവരുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം. ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കേവലം ഒരു ഭാഗം മാത്രമാണ് എന്ന് പറയുമ്പോൾ ബാക്കി 99 ഭാഗം കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്, നമ്മോട് കരുണ കാണിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹമുള്ളവനാണ്, അവൻ കാരുണ്യമുള്ളവനാണ്. അതേസമയം ആ കാരുണ്യം ധാരാളം വാരിക്കോരി നൽകുന്നുവെങ്കിലും റഹ്മത്തിന്റെ പത്തിൽ ധാരാളം നൽകുകയാണ്. ഏതൊരാൾക്കും ആ കാരുണ്യം ലഭിക്കും. നാം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി. അവന്റെ കാരുണ്യത്തെ വളരെയേറെ നാം ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കാണ് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല. മറ്റൊരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എന്നാൽ ആകാശത്തിന്റെ അധിപനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സർവ്വജനങ്ങളോടും സർവ്വജീവജാലങ്ങളോടും എല്ലാവരോടും നാം കാരുണ്യം കാണിക്കുകയാണ് എങ്കിൽ, കാരുണ്യത്തിന്റെ മനസ്സോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇൻഷാ അള്ളാഹ് നമുക്ക് ലഭിക്കും. ആ കാരുണ്യം നാം കൂടുതൽ ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് വിശുദ്ധ റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ. അതോടൊപ്പം അള്ളാഹുവിനോട് കൂടുതൽ അവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി കൂടുതൽ യാചിക്കേണ്ട, കൂടുതൽ ചോദിക്കേണ്ട 10 ദിനങ്ങളാണ് റമദാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ,
അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഒന്ന് അള്ളാഹുവിനോട് നിരന്തരം നാം റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്ന് ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളോടും സർവരോടും നാം കാരുണ്യം കാണിക്കണം. ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണം, പാവപ്പെട്ട ജനങ്ങളോട് കരുണ കാണിക്കണം, അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളോട് കരുണ കാണിക്കണം. ആ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാം മുന്നേറുകയാണ് എങ്കിൽ ഇൻഷാ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കണം നാം, ദുർബലരായ ആളുകളോട് കൂടെ നിൽക്കണം നാം. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ആ കാരുണ്യം നമുക്ക് ലഭിക്കാനുള്ള മാർഗം അതൊക്കെയാണ്. പാവങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ, വിശക്കുന്നവരോട് കൂടെ നിൽക്കുമ്പോൾ, രോഗികളോട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളെ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ഹിജ്റ 118 ജനിച്ചു, 181 വഫാത്തായ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു വർഷം ഹജ്ജ് ചെയ്തു. ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം മസ്ജിദുൽ ഹറാമിൽ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ഉറക്കിൽ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? 2 മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ 2 മലക്കുകൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗത്തും കാൽഭാഗത്തും വന്നിരുന്നു. കാൽഭാഗത്തുള്ള മലക്ക് അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങളുടെ തലഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിച്ചു, കം ഹജ്ജ മിനൻ നാസി ഹാദൽ ആം, ഈ വർഷം എത്ര ജനങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? തലഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു, 600,000, 6 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മറ്റേ മലക്ക് ചോദിച്ചു, എത്ര ആളുകളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു? തലഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഹജ്ജും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അങ്ങ് ഡമസ്കസിലുള്ള ഈ വർഷം ഹജ്ജിന് വരാത്ത, ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യരുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുവഫഖ് എന്നാണ്. അദ്ദേഹം ഹജ്ജിന് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പ്രാവശ്യം ഹജ്ജിന് വന്ന സർവരുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചു. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്ത പ്രതിഫലവും കൊടുത്തു. ഇതാണ് സ്വപ്നം. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. അവർ ഉറക്കിൽ നിന്ന് എണീറ്റു. എന്താണ് ഈ സ്വപ്നത്തിന്റെ പൊരുളെന്നറിയാൻ അദ്ദേഹത്തിന് വല്ലാതെ ആഗ്രഹമായി. കാരണം ഞാനടക്കമുള്ള 6 ലക്ഷത്തിലധികം ആളുകൾ ഹജ്ജിന് വന്നിട്ടും അവരുടെ ഹജ്ജ് കാരണമായിട്ട് ഒരാളുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഹജ്ജിന് വരാത്ത ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പേരുള്ള ഒരു സാധു മനുഷ്യന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഹജ്ജിന് വന്ന ആളുകളുടെ ഹജ്ജെല്ലാം അല്ലാഹു തആല സ്വീകരിച്ചത് എന്നാണ് ഈ 2 മാലാഖമാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അങ്ങ് ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പേരുള്ള ഈ മനുഷ്യൻ ആരായിരിക്കും എന്നറിയാൻ വേണ്ടി ഡമസ്കസ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു നീങ്ങി. അദ്ദേഹം ഡമസ്കസിൽ ചെന്ന് കുറെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. വീട്ടിലേക്ക് കയറി ചെന്നു. വാതിൽക്കൽ ചെന്ന് സമ്മതം ചോദിച്ചു. അകത്തു കയറി പരിചയപ്പെട്ടു. വരാനുണ്ടായ കാരണങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ബിൻ മുബാറക് തങ്ങൾ സ്വപ്നത്തിൽ കണ്ട സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു മഹത്വം ലഭിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ മുവഫഖ് എന്ന പേരുള്ള ആ പാവം മനുഷ്യൻ പറഞ്ഞു, ഞാൻ വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. ചെരുപ്പ് കുത്തി ജീവിക്കുന്ന ദരിദ്രനിൽ ദരിദ്രനായ മിസ്കീനായ ഒരു മനുഷ്യനാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഹജ്ജ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ അകത്തളത്തിലുണ്ട്. വലിയ ചെലവുണ്ട് ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ. അന്നത്തെ കാലത്ത് ഡമസ്കസിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ 300 ദിർഹം വേണം. എനിക്ക് ചെരുപ്പ് കുത്തി കിട്ടുന്ന ചില്ലിക്കാശിൽ നിന്ന്
ഒരു ചെറിയ വിഹിതം ഞാൻ ഹജ്ജിന് വേണ്ടി എല്ലാ ദിവസവും സ്വരൂപിച്ചു വെക്കും. അങ്ങനെ വർഷങ്ങളായി ഞാൻ സ്വരൂപിച്ചു വെച്ച പണം ഈ വർഷം അത് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പണമായി. ഞാൻ ഈ വർഷം ഹജ്ജിനൊരുങ്ങി. ഈ വർഷം ഞാൻ ഹജ്ജിന് പോകാനിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. പക്ഷേ വർഷങ്ങളായി എൻ്റെ ആഗ്രഹം, അതിനുള്ള പണം ഒത്തുവന്നത് ഈ വർഷം. അതുകൊണ്ട് ഈ വർഷം തന്നെ ഹജ്ജിന് പോകാം എന്ന് മുവഫഖ് എന്നുള്ള ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് മുവഫഖ് എന്ന പേരുള്ള മനുഷ്യൻ പറയുകയാണ്, അങ്ങനെ ഇരിക്കെ ഞാൻ യാത്രക്കൊരുങ്ങി. ഒരു ദിവസം രാത്രി തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് നല്ല പൊരിച്ച മാംസത്തിന്റെ ഗന്ധം എൻ്റെ വീട്ടിലേക്ക് അടിച്ചു വീശി. എൻ്റെ ഭാര്യ ഗർഭിണിയാണല്ലോ. ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്കും പൊരിച്ച മാംസം വേണം. ഞാൻ എവിടെ നിന്ന് മാംസം എടുത്തു കൊടുക്കും? അന്ന് ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ ഫ്രിഡ്ജില്ല. മാംസം പെട്ടെന്ന് രാത്രി വാങ്ങിക്കൊണ്ടുവരാൻ ഉള്ള ഒരു സാഹചര്യമില്ല. ഭാര്യ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, ഗർഭിണിയാണല്ലോ, ചിലപ്പോൾ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കും. ആ ആഗ്രഹം പറഞ്ഞപ്പോൾ മുവഫഖ് എന്നുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പാചകം ചെയ്യുന്ന മാംസത്തിൽ നിന്നൊരൽപ്പം എനിക്ക് നിങ്ങൾ നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അയൽവാസിയായ ആ വീട്ടുകാരിയാകുന്ന സഹോദരി എന്നോട് പറഞ്ഞു, ഹലാലുല്ലന വ ഹറാമുൻ അലൈക്കും, ഇത് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഭക്ഷണമല്ല, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ നിങ്ങൾക്ക് ഇത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുകയായിരുന്നു. ഒരേ മാംസം അയൽവാസികൾക്ക് ഹലാലും മുവഫഖ് എന്നു പേരുള്ള ഈ മനുഷ്യന്റെ വീട്ടുകാർക്ക് ഹറാമും ആകുന്നത് എങ്ങനെ? മുവഫഖ് അന്വേഷിച്ചു, അതെങ്ങനെ ഒരു ഭക്ഷണം ഒരു കൂട്ടർക്ക് ഹലാലും മറ്റൊരു കൂട്ടർക്കും ഹറാമുമാകുന്നത് എങ്ങനെ? ആ സഹോദരി പറഞ്ഞു, ഫഇന്ന ഐതാമി ജാഉ സലാസത അയ്യാം, എൻ്റെ യത്തീമക്കളായ എൻ്റെ മക്കൾ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്നിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മക്കൾ യത്തീമക്കളാണ്. 3 ദിവസമായി അവർ വിശപ്പനുഭവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇന്നലെ ഞാൻ രാവിലെ കതക് തുറന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തിൽ ഒരു ചത്ത കഴുത, ആ കഴുതയുടെ ശവം കിടക്കുന്നത് കണ്ടു. ഞാൻ അതിൽ നിന്ന് ഒരൽപ്പം മാംസം മുറിച്ചെടുത്തു. ആ മാംസം ഞാൻ സൂക്ഷിച്ചു വെച്ചു. അതാണ് ഇപ്പോൾ ഞാൻ പാചകം ചെയ്യുന്നത്. ശവത്തിന്റെ മാംസം, ഇത് ശവമാണ്. ശവം ഭക്ഷിക്കൽ നിഷിദ്ധമാണല്ലോ. അറുക്കാതെ ജീവികളെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അറുക്കുന്നതിന് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം അറവ് നടത്തേണ്ടത്. മത്സ്യങ്ങളെ അറുക്കേണ്ടതില്ല. അതേസമയം കോഴിയെയും ആടിനെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും ഒക്കെ അറുത്തുകൊണ്ടായിരിക്കണം ഭക്ഷിക്കേണ്ടത്. തിന്നൽ അനുവദനീയമായ ജീവികൾ തന്നെ ചത്തുപോയാൽ, അറുക്കാതെ ചത്തുപോയാൽ അവയെ തിന്നൽ നമുക്ക് അനുവദനീയം അല്ല. അറവ് നടത്താതെ ജീവൻ നഷ്ടപ്പെട്ട കോഴി, അറവ് നടത്താതെ ജീവൻ നഷ്ടപ്പെട്ട ആട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങൾ, അവയെ തിന്നൽ അനുവദനീയമല്ല, അത് നിഷിദ്ധമാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളോട് ഈ മനുഷ്യൻ പറയുന്നു, ഈ ഒരു മാംസം തന്റെ അയൽവാസികൾക്ക് ഭക്ഷിക്കൽ ആ ഒരു സാഹചര്യത്തിൽ ഹലാലാണ്. കാരണം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ നിഷിദ്ധമായ ചില കാര്യങ്ങളെ തിന്നുന്നത് കൊണ്ട് വിരോധമില്ല. അവർ 3 ദിവസമായി പട്ടിണിയിലാണ്. ഇനി ജീവനോട് പോരാടുകയാണ്. ജീവന് വേണ്ടി അവർ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ, ഇതല്ലാതെ വേറെ തിന്നാൻ ഭക്ഷണമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഭക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഇത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ മുവഫഖ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ചിന്തിച്ചു, തന്റെ അയൽവാസികൾ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് നേരെയങ്ങ് പോയി. എന്നിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വർഷങ്ങളായി സ്വരൂപിച്ച 300 ദിർഹം ഒരു മടിയും കൂടാതെ എടുത്തുകൊണ്ടുവന്ന് അയൽവാസിക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കുക,
നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ചെലവുകൾ ഇതുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുക. ഞാനതെന്റെ അയൽവാസിക്ക് കൊടുത്തു. എനിക്ക് ഹജ്ജിന് വരാൻ സാധിച്ചിട്ടില്ല. വർഷങ്ങളായി എൻ്റെ ആഗ്രഹം ആ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുകയാണ്. എങ്കിലും എൻ്റെ അയൽവാസികൾക്ക് ഇത്രമാത്രം ഒരു നല്ല പ്രവർത്തനം ചെയ്തു കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ പറഞ്ഞു, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം. നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് 6 ലക്ഷത്തിലധികം ആളുകൾക്ക് ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിക്കാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തെ കൊണ്ട് ഒന്നുമില്ലാതെ പട്ടിണിയിലായ തന്റെ അയൽവാസികൾക്ക് കാരുണ്യം ചെയ്തു കൊടുത്തതുകൊണ്ട് മുവഫഖ് എന്ന് പറയുന്ന ഈ സാധാരണ മനുഷ്യന് ഇത്ര വലിയ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഒരു മനുഷ്യന്റെ മഹത്വം മഹാപണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് നിരന്തരം കാരുണ്യത്തെ നാം ചോദിച്ചു കൊണ്ടിരിക്കുക. അതോടുകൂടെ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. റമളാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നാം കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. റമളാനിലെ ആദ്യ 10 ദിനരാത്രങ്ങളിൽ അതൊന്ന് കൂടുതലാക്കുകയും അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തെ കൂടുതൽ ചോദിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് എന്നും വർഷിപ്പിച്ചു തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ ധാരാളം നൽകണം അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, പാപങ്ങൾ പൊറുക്കണം അള്ളാഹ്. ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫാ നൽകണം റഹ്മാനെ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് കടങ്ങളെ കൊണ്ട് വരഞ്ഞവർ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുഷ്യ നൽകണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ പലരും നേരത്തെ അങ്ങ് മരണപ്പെട്ടു പോയി, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് കടപ്പാടുള്ള ആരെല്ലാം ഉണ്ടോ അവരോടൊന്നിച്ച് നാളെ സ്വർഗീയ ലോകത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.